ഒരു ദിവസം ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴേ അത് പല ഗൂഢാലോചനയും ഉണ്ടാവും. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത് EP പറയുന്നു അദ്ദേഹത്തിന്റെ അല്ലാന്ന്. പിന്നെ ഞാൻ അതിലെന്ത് പറയണം? പിന്നെ നിങ്ങൾ എന്നോട് എന്താ കാര്യം എന്താ? ഇങ്ങനെ ഒരു ദിവസം നോക്കൂ, പുസ്തകം വായിക്കുന്ന ആളാണല്ലോ. നിങ്ങളുടെ ആത്മകഥ നിങ്ങളുടെ എല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്ന് പിന്നെ ഞാൻ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അല്ല, ഇങ്ങനെ അല്ലാതെ വരും. എന്തിനായിരിക്കും ഇങ്ങനെ വരുന്നത്? കൃത്യമായി മാത്രമല്ല കൃത്യമായി ഈ വിഷയത്തെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ MV ഗോവിന്ദന്റെ നേരത്തെ അനിൽകുമാർ സംസാരിക്കുമ്പോൾ MV ഗോവിന്ദൻ ഒരു ചടങ്ങിന് ശേഷം തിരികെ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് തത്സമയ ദൃശ്യങ്ങളായിരുന്നു. പരിപാടിക്കായി എത്തിയപ്പോഴും പ്രതികരിച്ചില്ല. അതിനുശേഷം ഇറങ്ങുമ്പോഴും എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പ്രതികരണം ഉണ്ടായില്ല. ഇപ്പോൾ MB രാജേഷ് ആ വിഷയത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട് ഇതിനകത്ത്. ഇതിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നും നിലവിൽ CPM-ന്റെ ഭാഗത്ത് ഇല്ല. കാരണം അതിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് ആ സ്ഥാപനമാണ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയല്ല എന്ന്. ഇനി അങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ ആ സ്ഥാപനത്തിന് കഴിയുകയാണെങ്കിൽ EP ജയരാജൻ വലിയ വില കൊടുക്കേണ്ടി വരും. EP ജയരാജനും പാർട്ടിയും വലിയ വില കൊടുക്കേണ്ടി വരും. മറിച്ചാണെങ്കിൽ അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം കൊണ്ടുണ്ട് വിജയൻ. EP-യെ പരിപൂർണമായി CPM വിശ്വസിക്കുകയാണ്. EP പറഞ്ഞതാണ് ശരി, അതാണ് പാർട്ടി ലൈൻ എന്നൊരു നിലപാട് പറയാൻ CPM നേതാക്കൾ തയ്യാറാകുന്നുണ്ടോ? ഇന്നത്തേക്കെങ്കിലും അതേ സാധിക്കുകയുള്ളൂ അല്ലേ? സ്വാഭാവികമായും അത് അല്പസമയത്തിനകം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താണ് പ്രതികരിക്കുന്നത് നോക്കാം. പക്ഷേ ഇവിടെ രണ്ട് പക്ഷത്തും ചില കാര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. അതാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഒന്ന്, EP ജയരാജൻ പുസ്തകം എഴുതുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കട്ടൻ ചായയും പരിപ്പോടയും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പ്രയോഗമാണ്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ണൂരിൽ ഒരു DYFIയുടെ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തായിരുന്നു ആ പ്രസംഗം നടത്തിയത്. കട്ടൻ ചായയും പരിപ്പോടയും കുടിച്ച് നടന്നാൽ മതിയോ, മുടിയും വളർത്തി കുളിക്കാതെ മുഷിഞ്ഞ വസ്ത്രമിട്ട് നടന്നാൽ മതിയോ, ബെഞ്ചിൻ്റെ മുകളിൽ കിടന്നാൽ മതിയോ, അങ്ങനെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഏതാണ്ട് 15 വർഷം മുൻപ് EP ജയരാജൻ ഒരു DYFIയുടെ പഠന ക്യാമ്പിൽ നടത്തിയതാണ്. എനിക്ക് തോന്നുന്നു ഇരിണാവ് ഭാഗത്ത് ഉള്ള ഒരു പഠന ക്യാമ്പിലാണെന്ന് തോന്നുന്നു. ഞാനത് മറ്റൊരു സ്ഥാപനത്തിനോട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രയോഗമായി അതവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തിന് EP ജയരാജൻ്റെ ഒരു പുസ്തകത്തിന് കട്ടൻ ചായയും പരിപ്പുവടയും എന്നൊരു പേര് വന്നാൽ സ്വാഭാവികമായും അത് EP ജയരാജൻ്റെതാണ് എന്ന് വിശ്വസിക്കുകയാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. കാരണം അത്രമാത്രം ഹിറ്റായ ഒരു പ്രയോഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ EP ജയരാജൻ ഇങ്ങനെയൊക്കെ എഴുതുമോ എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, P ജയരാജൻ്റെ പുസ്തക പ്രകാശനം, അതായത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം കോഴിക്കോട് പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രസംഗം തുടങ്ങിയ പിണറായി വിജയൻ പറഞ്ഞ കാര്യം, ഞാനും P ജയരാജനും ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ആ രാഷ്ട്രീയമായി അതേ നിലപാടുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതായത് P ജയരാജൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറേ തീരുമാനങ്ങളുണ്ട്, വ്യക്തിപരമായ ചില ഐഡിയോളജികളുണ്ട്, വ്യക്തിപരമായ ചില കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ ഒരു പക്ഷേ സർക്കാരിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വിമർശിക്കുന്ന രീതിയിൽ ഒരു പുസ്തകം എഴുതിയാൽ വലിയ കുഴപ്പമില്ല എന്ന് ഒരുപക്ഷെ തോന്നിയിട്ട് കൂടി ഉണ്ടാകാം. എന്തായാലും പൂർണ്ണമായും ഭാവനയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെയൊരു പുസ്തകം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ വിചാരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം സാഹചര്യം അതാണ്. അനുകൂലമായും പ്രതികൂലമായും വലിയ രീതിയിൽ ചർച്ചകളുണ്ടാകും. അതിനെല്ലാം പുറമെ ഒരു പ്രസാധക സ്ഥാപനം അവരുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിപണി മൂല്യമുള്ള ഒരു തീയതി ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരും. അത്തരത്തിൽ ഒരു വിപണി മൂല്യമുള്ള ഒരു ദിനമാണ് ഇന്ന്. അതൊരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് EP ജയരാജനാണ് ഒരു ഭാഗത്തുള്ളത്, മറുഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. അത് ചിലപ്പോൾ മാർഷൽ വി സെബാസ്റ്റിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. മാർഷൽ, അങ്ങനെ വിപണി മൂല്യമുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്വന്തം പേരിന് കളങ്കം ചാർത്തുന്ന ഒരു നടപടിയിലേക്കൊരു സ്ഥാപനം, ഇത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം പോകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുടെ മുഴുവൻ കമന്റ് ബോക്സ് പൂട്ടിവെച്ചിരിക്കുകയാണ് നിലവിൽ ആ സ്ഥാപനം. പക്ഷേ അപ്പോഴും ഈ പുസ്തകം വരുന്നു എന്ന പോസ്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. അല്ല രതീഷ് മാധു, ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആശയക്കുഴപ്പങ്ങളും അഭ്യൂഹങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. ആ വാർത്തയിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ വാർത്തയിന്മേലുള്ള പ്രതികരണങ്ങളുമാണ് വരുന്നത്. എന്നാൽ ഇതിലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതായത് EP ജയരാജൻ എന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആത്മകഥയ്ക്ക് എഴുതാൻ വേണ്ടിയുള്ള തീരുമാനത്തെ അദ്ദേഹം അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ജോലി അദ്ദേഹം പല ഭാഗങ്ങളും അതിനകത്ത് പൂർത്തിയായിട്ടുണ്ടാകും. ഇതെല്ലാം തന്നെ അദ്ദേഹം
സംബന്ധിച്ചതാണ്. എന്നാൽ ആ പേരോ അല്ലെങ്കിൽ ഈ പ്രസാധകരെയോ അദ്ദേഹം ഇത് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളെ വിശ്വസിക്കുകയാണ്. ഇ പി ജയരാജൻ പറഞ്ഞ പോലെ അദ്ദേഹം തന്റെ ആത്മകഥ എഴുതുന്നുണ്ട്. എന്നാൽ DC ബുക്സിനെയോ അതോടൊപ്പം തന്നെ തലക്കെട്ടോ ഒന്നും അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹം ഏൽപ്പിച്ചിട്ടില്ല, ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വിശ്വസിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ EPയെ ചതിച്ചത് ആരാണ്? ഇത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇതുണ്ടെങ്കിൽ തന്നെ അത് ഈ ദിവസം പുറത്തുവിട്ടത് ആരാണ്? അതിന് ഈ പ്രസാധകരാണോ മറുപടി പറയേണ്ടത്? തീർച്ചയായിട്ടും അതെ. അപ്പോൾ മാതൃഭൂമി ബുക്സിനെയും ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ സമീപിച്ചിരുന്നു എന്ന്. എന്നാൽ DC ബുക്സിനോ മാതൃഭൂമി ബുക്സിനോ അദ്ദേഹം കരാർ കൊടുത്തിട്ടില്ല ഈ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പ്രസാധകരായിട്ട്. ആത്മകഥയുടെ പ്രസാധകർ ആരാണ് എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെതായ ആത്മകഥ, അദ്ദേഹത്തിൻ്റെതായ വിമർശനങ്ങൾ എന്ന പേരിലേക്ക് മാധ്യമങ്ങളിലേക്ക് വാർത്ത വരുന്നു, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വാർത്ത വരുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വരികയും ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് സംശയമില്ല, 1 EP ജയരാജനാണ്, 2 CPM എന്ന പാർട്ടിയാണ്, 3 LDF എന്ന മുന്നണിയാണ്. ഇതുകൊണ്ടുള്ള നേട്ടം മറ്റുള്ളവർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നേരത്തെ നമ്മോട് സംസാരിച്ച CPMന്റെ നേതാക്കളെല്ലാം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി പ്രതികരിക്കേണ്ടത് പ്രസാധകരാണെന്നാണ്. ഒന്ന്, DC ബുക്സ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തേണ്ടിയിരിക്കുന്നു. എന്താണ് സത്യമെന്ന് പൊതുജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. മറ്റൊന്ന്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനും പറയാം ഇതിനകത്തെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന്. പ്രസാധകരെന്ന് പറയുന്നവർ അവർക്ക് എന്തുറപ്പാണ് കിട്ടിയത് EPയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് CPMനും ചോദിക്കാം. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകാൻ പറ്റും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. വാർത്ത അഭ്യൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു നിലവാരവുമില്ലാത്ത തരത്തിലേക്ക് ചർച്ചകൾ പോവുകയും EP എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വിവാദങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ പ്രസാധകർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇതിനകത്തൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. EP ജയരാജൻ അദ്ദേഹത്തിന്റെ വിശദീകരണം തന്നു കഴിയുകയും ചെയ്തു. ഇതാണ് ഒരു വാസ്തവമായി മനസ്സിലാക്കുന്നത്. മധു.